പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയായ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അവരെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. വിവരങ്ങൾ മേഘന തന്നെ നൽകും. മേഘന, ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ എവിടെ വരെയായി? പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ മുഖ്യപ്രതി രാഹുലിന് വേണ്ടിയിട്ടുള്ള രാഹുലിനെ രാജ്യത്തിലേക്ക് എത്തിക്കാൻ, ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അത് വളരെ സങ്കീർണമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. കാരണം മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം അത്രയും സങ്കീർണമാണ്. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനുശേഷം മാത്രമേ ഇതിൽ രാജ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും ഈ രാഹുലിന്റെ അറസ്റ്റ് നീളാൻ തന്നെയാണ് സാധ്യത. ഈ കേസിലെ 2ഉം 3ഉം പ്രതികളാണ് രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും. ഇവരും ഇപ്പോൾ മുന്നേ തന്നെ കോഴിക്കോട് ജില്ലാ കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലടക്കം ഈ ജാമ്യാപേക്ഷയിലടക്കം ഈ രണ്ടുപേരും പറയുന്നത് ഇതിൽ ഇവർ കുറ്റവാളികളല്ല എന്നുള്ളതാണ്. അതായത് സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും, ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല പോലീസ് അന്വേഷണ സംഘം ദ്രുതഗതിയിൽ ഇവരെ പ്രതി ചേർക്കാൻ വേണ്ടി ഒരു വ്യഗ്രത കാട്ടുന്നു. മാത്രമല്ല ഈ യുവതിയുടെ സ്ത്രീധന പീഡനത്തിനിടയായ, ഗാർഹിക പീഡനത്തിനിരയായ യുവതിയുടെ ആദ്യഘട്ട മൊഴിയിൽ അമ്മയുടെയും സഹോദരിയുടെയും പേരുണ്ടായിരുന്നില്ല. ശേഷം മറ്റുള്ളവരുടെ പ്രേരണയാൽ ഈ ഒരു മൊഴി ചേർക്കപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളാണ് ഈ അമ്മയും സഹോദരിയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലാ കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ യുവതിയുടെ മൊഴിയിൽ അമ്മയുടെയും സഹോദരിയുടെയും പേരുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കോടതി പരിഗണിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളടക്കം നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യ ഹർജി കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നലെയാണ് ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ അറസ്റ്റ് കൈവരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. അതിൽ ആ അന്വേഷണ സംഘത്തിന് മുന്നിലും ഈ അമ്മയും സഹോദരിയും ആവർത്തിക്കുന്നത് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ കേസിൽ പങ്കാളികളല്ല, ഈ പെൺകുട്ടിയെ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവർ ആവർത്തിക്കുന്നത്. കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ സങ്കീർണം.